നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ ഹലോ സാറേ, കുട്ടിയാണേ. എന്നെ കുട്ടി നാരായം. പറ നാരായണൻകുട്ടി, എന്തായി പോയ കാര്യങ്ങള്? എന്റെ മകനെ കണ്ടുപിടിച്ചോ? ആ പെൺകുട്ടികളുടെ എന്തെങ്കിലും വിവരം? കിട്ടി സാറേ, ആറ്റി സാറേ, ജാക്ക്പോട്ട്. സാറിന്റെ ശത്രുക്കളെ കണ്ടൂന്ന് മാത്രമല്ല, അവര് താമസിക്കുന്ന സ്ഥലവും കണ്ടുപിടിച്ചു എന്നൻ കുട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പഴാ നിങ്ങൾ വെറും പൊങ്ങച്ചക്കാരനല്ലെന്ന് തെളിയിച്ചത്. ഏറെക്കുറെ. ഈ സന്തോഷം നിങ്ങൾക്ക് പണമായിട്ട് ലഭിക്കും, അതല്ലേ ആവശ്യം? തീർച്ചയായും സാർ, അതും ഒരു ആവശ്യമാണല്ലോ. ഏതായാലും സാർ എത്രയും വേഗം പുറപ്പെട്ടു ഇവിടെ എത്തണം. അവരെയും അവരുടെ താമസ സ്ഥലവും കാണിച്ചു തരുന്നതോടുകൂടി എന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി തീർന്നു. ഉറപ്പായിട്ടും ഉടനെ ഞാൻ അവിടെ എത്തിയിരിക്കും. ഓ, വഴിയിൽ വെച്ച് തന്നെ ഫോൺ ചെയ്തോ. ഇപ്പൊ വച്ചേക്ക. ഓക്കെ 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 സാർ, താങ്ക് യു. അമ്മേ, അമ്മ ഇല്ലേ ഇവിടെ? ഭാസി, വണ്ടി എടുക്ക, നമുക്കൊരു സ്ഥലം വരെ പോണം. അമ്മേ, നമ്മുടെ നാരായണൻകുട്ടി അവരുടെ വീടൊക്കെ കണ്ടുപിടിച്ചിരിക്കുക. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടുക. ആണല്ലേ, വളരെ നല്ല കാര്യം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. കണ്ടു കഴിഞ്ഞാ ആ മൂശേറ്റല്ലേ ബാക്കി വെച്ചേക്കരുത്, തീർത്ത് കളഞ്ഞേക്കണം 3 അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞിന് വേറൊന്നും പറ്റാതെ സൂക്ഷിക്കണേ നീ. സൂക്ഷിക്കൂ അമ്മേ, അതേ ഞാൻ സൂക്ഷിക്കൂ. ഏതായാലും ഇന്നത്തോടെ നമ്മുടെ അന്വേഷണവും കാത്തിരിപ്പൊക്കെ അവസാനിക്കാൻ പോവുക. പോയിട്ട് എത്രയും വേഗം ഞാൻ തിരിച്ചു വരും. വരുമ്പോ എന്റെ കാശിനാഥനും കാണും എന്റെ കൂടെ. എന്റെ ഈ വിരൽ തുമ്പിൽ തൂങ്ങി എന്റെ സ്വന്തം മകൻ. തൃപ്പങ്ങോടിനെ വിഴുങ്ങിയ കോട്ടയ്ക്കൽ വംശത്തിലെ പുതിയ പുരുഷ കേസരിയെ വാഴിക്കാൻ അമ്മ കാത്തിരുന്നോ? അവനെ ഉടനെ ഞാൻ കൊണ്ടുവരും, എന്റെ സ്വന്തം രക്തത്തെ. ഒരു കാര്യമുണ്ട്. അത് ഗസ്റ്റിന്റെ എണ്ണം നോക്കി വെച്ചിട്ടുള്ളതാ. നീ എന്താ ചെയ്യുന്നത്? പോക ചേട്ടാ, വരാനേറ്റതിൽ ഒരു ഗസ്റ്റ് വരില്ല, അത്ര തന്നെ. മനുഷ്യന് വായിക്ക് രുചിയായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കൂല എന്ന് വെച്ചാ എന്താ പറയുക? അത് ശരി. ഹായ് ആര്യ, ഇതെന്റെ ഒരു ചെറിയ ഗിഫ്റ്റാണ്. ഇതിനു പകരം ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്റെ സ്വപ്നത്തിൽ പോലും നീ വരണമെന്നില്ല. ഇത് വാങ്ങിയാൽ മാത്രം മതി, പ്ലീസ്. പ്ലീസ് അക്സെപ്റ്റ് മൈ ടോക്കൺ ഓഫ് ലവ്. ആര്യ, പ്ലീസ്. ഇതെന്റെ ഹൃദയമല്ലല്ലോ, വേറൊരു റോസാപ്പൂ അല്ലേ. നിനക്ക് സ്വീകരിച്ച എന്ത് നഷ്ടം ഉണ്ടാവാനാ? ഒന്നുമില്ല. മറിച്ച് എനിക്ക് കിട്ടുന്നത് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. പ്ലീസ് ആര്യ, പ്ലീസ്.
പ്ലീസ് ആര്യ പ്ലീസ്. താനിത് എന്താ ചെയ്യുന്നേ? എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. വേദനിക്കണം, ഇനിയും വേദനിക്കണം. പൂവ് കൊടുക്കേണ്ടടുത്ത് വേണം കൊടുക്കാൻ, അല്ലാത്തടത്ത് കൊടുത്താ ഇതുപോലെ മുള്ളു കൊള്ളും. മനസ്സിലായോടാ സ്റ്റുപ്പിഡ്. അയ്യോ, അവന്റെ പൂവ്. കൊള്ളാം, ഇതിനാണല്ലേ നീ ഫൈൻ ആർട്സ് ഒന്നും പെയിന്റിംഗ് ഒന്നും പറഞ്ഞ് നടക്കുന്നേ? അയ്യോ, എനിക്ക് അവനെ അറിഞ്ഞൂടാ കുഞ്ഞേച്ചി. അവന്റെ പൂ വാങ്ങിയത് ഞാനാണോ? കുഞ്ഞേച്ചിയല്ലേ? അത് അടി കൊടുക്കാൻ. പരിചയമില്ലെങ്കിൽ പിന്നെ എങ്ങനെ അടി? അവൻ പൂവും കൊണ്ട് നിന്റെ പിറകെ വരുന്നേ. പരിചയമില്ലാത്തവർക്ക് ആരെങ്കിലും പൂ കൊടുക്കോ? ആഹാ, വേണ്ട അടുത്തൊരുത്തൻ. അവന്റെ കയ്യിലുണ്ട് ഒരു പൂവ്. നീ അവൾക്ക് പൂവ് കൊടുക്കാൻ വന്നതാണോ? എവിടെ എവിടെ കാണട്ടെ, ഏതാ പൂവെന്ന്? അല്ല, എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുക. നിനക്കൊക്കെ എന്തോ നിന്റെ കേടാ? ഒരു പെങ്കൊച്ചിന് സ്വസ്ഥമായിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡിൽ പോലും നിൽക്കാൻ പറ്റില്ലെന്നായോ ഇപ്പോ? അതിന് ഞാനെന്ത് ചെയ്തു? ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ ഇതളുകൾ ഇറുത്തെടുത്ത് പൂവിന്റെ ശോഭ കൂട്ടി നോക്കുമായിരുന്നു. അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല. ഓ, ശോഭ കൂട്ടുന്ന ഒരു മണിമാരൻ. എല്ലാം അവന് സൂക്കേട് തന്നെ, ഒന്നിനുമില്ല ഒരു വകതിരിവ്. വാ വന്ന് കേറ്, പോവാൻ നമുക്ക്. ആ ബെസ്റ്റ്, ഇയാളുണ്ടായിരുന്നല്ലേ കൂടെ? അതെ ഉണ്ടായിരുന്നു. എന്തേ, ഇഷ്ടമായില്ലേ? ഇഷ്ടാവും. ഇനി രണ്ടിനെ എവിടെയെങ്കിലും ഞാൻ കണ്ട അന്ന് ഞാൻ സ്ത്രീ സുരക്ഷാ കമ്മീഷന് പരാതി കൊടുക്കും. നോക്കിക്കോ. കൊടുത്തോ, അന്നേരം കാണാം നമുക്ക് എന്താന്ന്. കൊച്ചടാ വാ, കൊച്ചടാ ഇവരുടെ അടുത്തൊക്കെ ആരാ വർത്താനം പറയാൻ പോകുന്നത്? വാ ചേട്ടാ. നോക്കാരി, പലർക്കും അറിയാം നമുക്കൊരു ആൺതുണ ഇല്ലെന്നുള്ള കാര്യം. അത് വെച്ച് മുതലെടുക്കാൻ നടക്കുക ഈ വർഗം. സൂക്ഷിക്കേണ്ടത് നമ്മൾ മാത്രം. കൊള്ളരുതാത്തവന്മാരുടെ കൂട്ടുകെട്ടുണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എളുപ്പമല്ല. അറിയാം കുഞ്ഞേച്ചി, അങ്ങനെയുള്ള കൂട്ടുകെട്ടിലൊന്നും ചെന്ന് പെടില്ല ഞാൻ. ഇവിടെ ഇപ്പൊ ഇത്രയും പെർഫോമൻസ് നടത്തിയിട്ട് കുഞ്ഞേച്ചി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. പ്രേമരോഗം ആദ്യം പിടിപെടുന്നതേ അതിനെ നാക്കശികാന്തം എതിർക്കുന്നവർക്കാ. ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. കുഞ്ഞേച്ചി ഇവിടെ നിന്നോ. എന്തൊക്കെയാ പറയുന്നു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.